ഡൽഹിയിൽ ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, മലയാളികൾ, ഭാരതീയർ ഒരുപാട് പേരുണ്ട് ഖത്തറിൽ. മാത്രമല്ല ഖത്തർ നമ്മുടെ സൗഹൃദ രാഷ്ട്രവുമാണ്. ഇന്ത്യയുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു നയതന്ത്ര സംവിധാനമാണ് ഖത്തറിൻ്റേത്. ഇന്ത്യ, ഭാരതം എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? കൃഷ്ണരാജ്, നിലവിൽ ഇപ്പോൾ ഖത്തറിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഇപ്പോൾ ചെയ്യുന്ന കാര്യം. ഇതിനോടകം തന്നെ ഖത്തറിലെ ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ച് അവിടുത്തെ പ്രവാസികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതായത് ആരും അനാവശ്യമായി പുറത്തിറങ്ങരുത്, എന്തെങ്കിലും കാരണവശാൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിളിക്കേണ്ട നമ്പറുകൾ അടക്കം അവർക്ക് ഇതിനോടകം നൽകിയിട്ടുണ്ട്. വീടുകളുടെ ബേസ്മെന്റിൽ തന്നെ കഴിയണം എന്നുള്ളതാണ് അവർക്കിപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന സാഹചര്യം അവിടെ ഉണ്ട് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അതിനാലാണ് വിദേശകാര്യ മന്ത്രാലയം ഇത്ര കർശനമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബേസ്മെന്റിൽ തന്നെ താമസിക്കണം എന്നുള്ള നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടേണ്ട നമ്പർ അടക്കമുള്ളവ എംബസി ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനോടകം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും കൊണ്ടുവരേണ്ട ആളുകളെ തിരികെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഖത്തറിലേക്ക് കൂടി ഈ പ്രശ്നം വ്യാപിപ്പിച്ചിട്ടുള്ളത്. 8.5 ലക്ഷത്തോളം പ്രവാസികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ മലയാളികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ വലിയ തോതിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഖത്തർ വ്യോമപാതയിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഖത്തർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ സുരക്ഷാ സ്ഥിതി പക്ഷേ ഭദ്രമാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഖത്തർ വ്യക്തമാക്കുന്നത്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും കൃത്യമായ മുന്നറിയിപ്പുകൾ മുൻകൂട്ടി നൽകുമെന്നും പ്രവാസികളോടും സന്ദർശകരോടും പൗരന്മാരോടും ഖത്തർ അറിയിച്ചിട്ടുണ്ട്. അതായത് പാനിക് ആകേണ്ട സിറ്റുവേഷൻ ഇല്ല, നിലവിൽ സാഹചര്യം കൺട്രോൾഡ് ആണ് എന്നുള്ള വിവരമാണ് ഇതിനോടകം അവിടുത്തെ പൗരന്മാർക്കും സന്ദർശകർക്കും പുറത്തു നിന്നും വന്നിട്ടുള്ള ആളുകൾക്കും പ്രവാസികളായ ആളുകൾക്കും ഒക്കെ തന്നെ ഖത്തർ ഇപ്പോൾ നൽകുന്നത്. മറ്റൊന്ന്, ഇറാഖിലെ അമേരിക്കൻ താവളവും ഇറാൻ ആക്രമിച്ചതായി അറബ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിനെ ബഹ്റൈനിൽ സുരക്ഷാ സൈറൺ മുഴങ്ങി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. സുരക്ഷാ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ജനങ്ങൾക്ക് ഇതിനോടകം നിർദ്ദേശവും എത്തിക്കഴിഞ്ഞു. ബഹ്റൈനിലും റോഡുകൾ ഉപയോഗിക്കുന്നതിൽ ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമായി ഇപ്പോൾ മുൻഗണന നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. ഖത്തർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചുവെന്നും അമേരിക്കൻ ബേസ് നേരത്തെ ഒഴിപ്പിച്ചുവെന്നും ഖത്തർ പറയുന്നുണ്ട്. അത് നേരത്തെ ചില ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് വിമാനങ്ങൾ ഉള്ളപ്പോഴുള്ള ചിത്രങ്ങളും അവിടെ നിന്നും മാറ്റിയപ്പോഴുള്ള ചിത്രങ്ങളും നേരത്തെ പുറത്തു വന്നതാണ്. എന്നാൽ സഹോദര രാഷ്ട്രങ്ങളെ ആക്രമിക്കാറില്ല എന്നാണ് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. സഹോദര രാഷ്ട്രങ്ങളെയും പൗരന്മാരെയും ലക്ഷ്യമിടില്ല, ഗൾഫ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും ഇറാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ശരി, ഷിൻ സെബാസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇറാൻ പറയുന്നത് ഖത്തർ ഞങ്ങളുടെ സഹോദര രാഷ്ട്രമാണ്, സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇറാനെ അല്ല ഉന്നം വച്ചത് എന്ന്. പക്ഷേ ഖത്തർ എന്താണ് മറുപടി പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ അവർ അപലപിക്കുന്നു, ഒപ്പം യുക്തമായ മറുപടി നൽകുമെന്ന് പറയുകയും ചെയ്യുന്നു. ശരിയോ ഷിൻസ്? തീർച്ചയായും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആ രാജ്യത്തെ ലക്ഷ്യം വെക്കുന്നില്ല എങ്കിലും ആ രാജ്യത്തോട് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മറുപടി, അതായത് രാജ്യം കൃത്യമായി പ്രതികരിക്കും. അത് ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഖത്തർ ഇത് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ എയർബേസിനെയാണ് ലക്ഷ്യം എന്നിരുന്നാലും ഖത്തറിനുള്ളിൽ ചെയ്യുന്ന ഒരു പ്രദേശത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഖത്തറിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. സുഹൃത്ത് രാഷ്ട്രത്തെ ആക്രമിക്കില്ല എന്ന ഇറാന്റെ വാഗ്ദാനം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. മധ്യ ഏഷ്യയിൽ 19 ഇടത്തായിട്ടാണ് US-ന് ഇതുള്ളത്, എയർ ബേസുകളുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, UAE ഇപ്പോൾ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഖത്തറിന് പിന്നാലെ UAE-യും എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ടുള്ളതും ഇവിടുന്ന് പോകുന്നതുമായ എല്ലാ വിമാനങ്ങളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതിപ്പം ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിമാനങ്ങൾ ഇത് തീർച്ചയായും ബാധിക്കും. ഇതോടൊപ്പം തന്നെ ജോർദാൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങളും എയർ സ്പേസ് ക്ലോസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. അതിനെതിരെ മുൻകരുതലുകൾ
ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാസികളിലും ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ശരി, ഷിൻസിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് അമേരിക്ക ഇറാൻ്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ, ആണവ കേന്ദ്രങ്ങളിലടക്കം വലിയ ആക്രമണം അഴിച്ചുവിടുന്നു. എന്നിട്ട് തൽക്കാലം നിർത്തുന്നു എന്ന് ട്രംപ് പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരുപക്ഷെ അതിന് അമേരിക്കയെ ഇങ്ങനെ നോവിക്കാം എന്ന് ഇറാൻ കരുതിയിട്ടുണ്ടാകാം. പക്ഷേ ഖത്തർ പറയുന്നു ഞങ്ങളോട് ചെയ്തത് ശരിയായില്ല, തിരിച്ചടി ഉണ്ടാകുമെന്ന്. അതായത് ഇറാൻ ഇപ്പോൾ കളിച്ചത് തീക്കളിയോ? ഷിൻസിലേക്ക് വരാം. ഷിൻസ്, ഈ അൽ ഉദൈദ് വ്യോമത്താവളം അതിൻ്റെ ദോഹയിൽ നിന്ന് ജനവാസ മേഖലയിലാണോ അതോ അതിനപ്പുറം മരുഭൂമിയിലാണോ? എന്താണ് ഭൂമിശാസ്ത്രപരമായി ആ വ്യോമത്താവളത്തെക്കുറിച്ച് അറിയുന്നത്? ഖത്തർ പോലുള്ള ഒരു ചെറിയ രാജ്യമാണ്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ചെറിയൊരു രാജ്യമാണ്. അതിൽ ദോഹയിൽ, അവിടെ ക്യാപിറ്റലായ ദോഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാൽ നമ്മൾ ഇങ്ങനത്തെ വ്യോമത്താവളങ്ങൾ കുറച്ച് മാറിയാണ് സ്ഥാപിച്ചിരിക്കുക. എന്നാലും അത് മിസൈൽ കൃത്യമായി അവർ വിട്ടിരിക്കുന്ന 6 ബാലിസ്റ്റിക് മിസൈലുകളാണ് വിട്ടിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് വീണിരിക്കുന്നത് ജനവാസ മേഖലയിലാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആൾക്കാർ അതിന്റെ വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മാറിയാണ് ഖത്തർ പോലുള്ള ഒരു സ്ഥലത്ത്, അതായത് അവിടെ പൂർണ്ണമായി ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളില്ല, ജനങ്ങൾ ഉള്ള സ്ഥലത്താണ് എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. അത് കുറച്ചു മാറി, അതായത് പബ്ലിക്കായ ഒരു ഏരിയ അല്ലെങ്കിൽ കൂടി തന്നെ ജനങ്ങൾ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഒരു ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഒരു 6-7 കിലോമീറ്റർ അപ്പുറം തന്നെ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഇടമാണ് എയർബേസ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് 6 ബാലിസ്റ്റിക് മിസൈലുകളാണ്. ആ മിസൈലുകളിൽ പലതും ജനവാസ മേഖലയിലാണ് വീണിരിക്കുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇത് വീണിട്ട് ആർക്കെങ്കിലും പരുക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന് കൂടുതൽ വരും മണിക്കൂറുകളിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരും. എന്നാൽ ജനങ്ങൾ ആകെ ആശങ്കയിലാണ്. നമ്മളിപ്പോൾ കാണുന്ന മലയാളികൾ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ മിസൈൽ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ നമുക്ക് കൃത്യമായി കാണാം മിസൈൽ ഖത്തറിന്റെ ആകാശത്തൂടെ വരുന്നതും അത് താഴെ പതിക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായി ജനവാസ മേഖലയിലായിരിക്കും ഇത് പതിച്ചിട്ടുണ്ടാവുക. ഷിൻസിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയെ തിരിച്ചാക്രമിക്കുന്നതിന് പകരം അമേരിക്കയുടെ സൈനിക താവളമുള്ള രാഷ്ട്രങ്ങളിലേക്ക് മിസൈൽ അയക്കുന്നു, അവരെ കൂടി ചൊടിപ്പിക്കുന്നു. ഇറാൻ്റേത് ഇതുവരെ കാണാത്തത്ര വിധം തീക്കളിയോ? ഐസൻ ജോസിലേക്ക് വരാം. ഐസൻ, ഇതിപ്പോൾ ദോഹയിൽ ഒരു ഉഗ്ര സ്ഫോടനമാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ വരുന്നു. അമേരിക്കയുടെ സൈനിക താവളം ലക്ഷ്യമാക്കി എത്തുന്നു. ഇറാൻ അതിലേറെക്കുറെ വിജയിക്കുന്നു. പക്ഷേ അമേരിക്കയെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത് ഇറാന് നല്ലതോ? തീർച്ചയായും അമേരിക്കയെ ഇനിയും പ്രകോപിപ്പിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തെ തുടർന്നാണ്, അതായത് അതിശക്തമായ ആക്രമണത്തെ തുടർന്നാണ്, നമുക്കറിയാവുന്നതാണ് B-2 ബോംബറുകളും അതുപോലെ തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകളും ഉപയോഗിച്ച് നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് പരിപൂർണമായും ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നൊരവസ്ഥയുണ്ട്. ഇന്ന് ആ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ വീണ്ടും പുനഃപ്രവർത്തിപ്പിക്കാനാവാത്ത വിധം തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആയിരുന്നു റഷ്യയുടെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇത്തരത്തിൽ കടുത്ത ആക്രമണങ്ങൾ 2 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം വീണ്ടും അമേരിക്കയെ പ്രകോപിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയാൽ തീർച്ചയായും അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തങ്ങളുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചൊരു മുന്നറിയിപ്പാണ് ഇറാന് ലഭിക്കുകയും ചെയ്തത്. സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ ആ ആക്രമണത്തെ ഉടൻ തന്നെ പ്രതികരിക്കാൻ സജ്ജമാണ് അമേരിക്ക എന്ന ഒരു മറുപടിയാണ് ഇന്നലെ പീറ്റ് ഹെഗ്സത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ മറുപടി ഇപ്പോഴും പ്രസക്തമാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം തന്നെ അമേരിക്കയുടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടായിരുന്നു. റഷ്യയിലേക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി പോകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ശക്തമായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായ അമേരിക്കയുടെ വ്യോമത്താവളത്തെ, അത് ഖത്തറിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ വ്യോമത്താവളത്തെ ആക്രമിക്കുക എന്നൊരു നീക്കമാണ് കൃത്യമായും നടത്തുകയും ചെയ്തത്. ഈ ആക്രമണത്തിൽ നിന്നും ഉണ്ടാകുന്ന ആഘാതം എന്ന് പറയുന്നത് സ്വാഭാവികമായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽപ്പിന്റെയും ഒരു വെല്ലുവിളിയുടെയും
ഇനിയും സാഹചര്യം ഉണ്ടാകും. അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം തങ്ങളുടെ സൈനിക ആസ്തികൾക്ക് മുന്നിലേക്ക് നടത്തുകയാണെങ്കിൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ തന്നെ നൽകുക, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നൽകിയ ഒരു പശ്ചാത്തലവും ഇന്നലെ നടത്ത സഹോദര വിദേശകാര്യ വിദഗ്ധൻ ജോസൂട്ടി ഒപ്പം ചേരുന്നു. ഡോക്ടർ ജോസൂട്ടി, ഇത് പ്രതീക്ഷിച്ചതാണ്. ഒരു പക്ഷേ ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ മറ്റു രാഷ്ട്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടേക്കാം എന്ന കാര്യം. പക്ഷേ സൗഹൃദ രാഷ്ട്രമെന്ന് പറയുകയും അങ്ങനെ ഒരു രാഷ്ട്രത്തിലെ US-ൻ്റെ സൈനിക താവളം ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നതും അവർക്കത്ര നല്ലതോ? ഇത് യുദ്ധത്തിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ. കാരണം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറാനെ തിരിച്ചടിക്കാൻ സാധിക്കുന്നത് പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിലാണ്. നമുക്കറിയാവുന്നതുപോലെ ഏകദേശം 19ഓളം സൈനിക താവളങ്ങളുണ്ട്. 40,000-ഓളം സൈനികർ അവിടെ പാർക്കുന്നുണ്ട്. കൂടാതെ ഒട്ടനവധി വിമാനങ്ങളും മറ്റ് സന്നാഹങ്ങളും ഒക്കെ ഒരു സൈനിക താവളം എന്നുള്ള നിലയിൽ അമേരിക്കയ്ക്കുണ്ട്. ഇത് സംഭവിച്ച ഉടനെ തന്നെ, അതായത് ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക ബോംബിട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ അക്രമത്തിന് വിധേയമാകാൻ സാധ്യതയുള്ളത് ഇറാന്റെ കയ്യെത്തും ദൂരത്തെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ 12,000 കിലോമീറ്റർക്ക് അപ്പുറമാണല്ലോ ഇറാനെ സംബന്ധിച്ച്. എന്നാൽ ഖത്തർ അല്ലെങ്കിൽ ബഹ്റിൻ അല്ലെങ്കിൽ സൗദി അറേബ്യ, ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ വളരെ അടുത്താണ്. അപ്പം അതിലൊന്ന് ഖത്തറിലാണ് ഇന്നിപ്പോൾ ഇറാൻ പ്രതികാരമായി മിസൈൽ അയച്ചിട്ടുള്ളത്. അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരൊക്കെയോ മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു യുദ്ധത്തിന്റെ രൂപം മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അമേരിക്ക രംഗത്ത് വന്നതോടുകൂടി യുദ്ധം വേറെ തലത്തിലേക്ക് പോയി. അപ്പോൾ ഇറാന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം പശ്ചിമേഷ്യയാകെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത്. UAE-യുടെ ഏറ്റവും അധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ദുബായ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വ്യോമ ഗതാഗത പാത തൽക്കാലം അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ അങ്ങനെ ഇത് ഇറാന്റെ സൗഹൃദ രാജ്യമാണെങ്കിൽ കൂടിയും ഖത്തറും മറ്റുമൊക്കെ അവരുമായി അത്യാവശ്യം സൗഹൃദം അല്ലെങ്കിൽ അടുത്ത അയൽപക്ക രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയുടെ താവളത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഗൾഫിനെ മൊത്തത്തിൽ ബാധിക്കും, അത് ഇന്ത്യയെ ബാധിക്കും. അങ്ങനെ പക്ഷെ എന്തുകൊണ്ട് ഖത്തർ ഔദ്യോഗികമായ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യതയില്ല. ഇത് അമേരിക്കക്കെതിരെയുള്ള യുദ്ധമാണെന്ന് അവർക്കറിയാം. മാത്രമല്ല ഈ ആക്രമണത്തിന് മുമ്പ് തന്നെ ഖത്തറിൽ നിന്ന് ആവശ്യമായ ചില മുൻകരുതലുകളൊക്കെ എടുത്തിരുന്നു എന്ന് വേണം കരുതുവാൻ. അപ്പോൾ സ്വാഭാവികമായി ഈ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് മാറുന്നു. അത് പശ്ചിമേഷ്യയിലെ സമാധാനത്തെ മാത്രമല്ല ലോക സമാധാനത്തിനും അത് ഭീഷണിയാണ്. അതിലേറെ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ആ പ്രദേശത്തേക്ക് യുദ്ധം വ്യാപിച്ചാൽ. ഇപ്പൊ തന്നെ ദുബായില് അല്ലെങ്കിൽ UAE-യില് ഡോക്ടർ CA ജോസൂട്ടി, ദയവായി അങ്ങ് തുടരണം. ഒന്ന് ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ സംഘർഷമെന്ന് പറയാൻ പറ്റില്ല, യുദ്ധം തന്നെയാണ്. ആ യുദ്ധ സാഹചര്യത്തെ ഭാരതം നിരീക്ഷിച്ചത് നിഷ്പക്ഷമായാണ്. അതങ്ങനെയായിരുന്നു ഇതുവരെ. പക്ഷേ ഖത്തറിനെ പോലെ ഏറെ സൗഹൃദം പുലർത്തുന്ന ഒരു രാഷ്ട്രത്തെ ഇറാൻ വളരെ പെട്ടെന്ന് കടന്നാക്രമിക്കുമ്പോൾ ലക്ഷ്യം എന്തായാലും ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമായി തന്നെ ഇത് കാണേണ്ടി വരുമല്ലോ. അങ്ങനെയെങ്കിൽ ഭാരതം അതിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ സമയമായെന്നോ? എന്താണ് ചർച്ചകൾ? കൃഷ്ണജി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കേണ്ടത് ഇന്നിപ്പോൾ ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇറാനും ഇസ്രയേലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളാണ്. ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ അവരുമായി എണ്ണ വ്യാപാരം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ തുറമുഖം ഉപയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒപ്പം ഇസ്രയേലിന്റെ കാര്യമെടുത്താൽ അവിടെ നിന്നും ആയുധങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ നമുക്ക് വിവരങ്ങൾ കൈമാറി സഹായിക്കുന്നുണ്ട്. അവരുടെ ടെക്നോളജി നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളുമായും ഒരുപോലെ ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനാൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളെയും പിണക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ന്യൂട്രൽ സ്റ്റാൻഡ് എന്നുള്ളതാണ് ഇന്ത്യ എടുത്തത്. പ്രധാനമന്ത്രി തന്നെ ഈ നടക്കുന്ന യുദ്ധത്തിലുള്ള ആശങ്ക ഇറാനെയും അതോടൊപ്പം ഇസ്രയേലിനെയും അറിയിക്കുകയും ചെയ്തതാണ്. ഇതിനിടെയാണ് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് എൻട്രി ചെയ്യുന്നതും അമേരിക്ക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും. അതോടുകൂടി ഇത് തലം മാറിക്കഴിഞ്ഞു. ഒപ്പം ഇപ്പോൾ ഖത്തർ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഖത്തറിലേക്ക് കൂടി ആക്രമണം നടന്നത്. ഇതിലിപ്പോൾ നേരത്തെ രോഹിണി ഈ വാർത്ത അവതരിപ്പിച്ച ഘട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആരായിരിക്കും സമാധാനത്തിന് മുൻകൈ എടുക്കുക എന്നുള്ളത്. ഇതിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇറാനെ സഹായിക്കാൻ റഷ്യ കടന്നു വരുന്നു. ചൈന പൂർണ്ണമായും നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അവരൊരു പക്ഷേ ഇറാനൊപ്പം നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇതിൽ സമാധാനത്തിന്റെ ദൂതുമായി ഇറങ്ങാൻ കഴിയുന്ന ഏക രാജ്യം അത് ഇന്ത്യയാണ് എന്ന് ഉറപ്പായും പറയാം. കാരണം ഖത്തറിനോട് സംസാരിക്കാൻ, പിൻവാതിൽ ചർച്ചകൾ നടത്താൻ ഇന്ത്യക്ക് കഴിയും. ഒപ്പം തന്നെ ഇറാനുമായി ചർച്ചകൾ നടത്താൻ കഴിയും. ഒരു കാര്യം ഓർക്കണം കൃഷ്ണരാജ്, ഈ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ, മിസൈൽ വർഷം അവിടെ ഇസ്രയേൽ നടത്തുമ്പോൾ വ്യോമപാത തുറന്നു നൽകിയ ഒരേ ഒരു രാജ്യം അത് ഇന്ത്യയാണ്. ഒപ്പം ഇസ്രയേലിൽ നിന്നും റോഡ് മാർഗം ജോർദാനിലേക്ക് നമ്മുടെ പൗരന്മാരെ എത്തിച്ച് അവിടെ നിന്നും വ്യോമമാർഗം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു, നമ്മുടെ പൗരന്മാരെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളിലുള്ള സ്വാധീനം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാകും. ഒരു പക്ഷേ ഇനി അധികം ഇതിപ്പോൾ കൈവിട്ടുപോയ അവസ്ഥയിലാണ്. ഇതിൽ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അറിയില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായേക്കും. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്താൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ആവശ്യം 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടാകണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഖത്തറിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. അത് ഖത്തറിനെതിരെയല്ല, US താവളത്തിനെതിരെയാണ് ആക്രമണം നടന്നത് എന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഖത്തറിൽ താമസിക്കുന്ന നമ്മുടെ പൗരന്മാരുണ്ട്. ഏതാണ്ട് 8.5 ലക്ഷത്തോളം പ്രവാസികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്കാണ്. അത് അവരുടെ സുരക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നിലവിലിപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ എംബസിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി നൽകുന്ന ചെറിയ വിവരമാണ്. ഖത്തറിലുള്ള, ദോഹയിലുള്ള പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് എംബസിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്കുള്ള വിവരങ്ങൾ ഓരോ നിമിഷവും അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശത്തിൽ ബേസ്മെന്റിൽ രാത്രി കഴിച്ചുകൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്തർ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്തറിലെ ഇന്ത്യക്കാരോട് പുറത്തിറങ്ങരുത് എന്ന് എംബസി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ എംബസിയുടെ കൃത്യമായ ഒഫീഷ്യൽ അവരുടെ അറിയിപ്പുകൾ ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിലേക്ക് അമേരിക്ക എൻ്റർ ചെയ്തിരിക്കുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുന്നതിനിടയിൽ അമേരിക്ക എത്തുന്നു. അതിലിപ്പോൾ ഖത്തറിന്റെ അവരുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഖത്തർ അതിലുള്ള അവരുടെ അമർഷം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇറാൻ പറയുകയാണ്, ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ്, ഞങ്ങൾക്ക് അവരെ ആക്രമിക്കാൻ താല്പര്യം ഇല്ല, ഞങ്ങൾ അവിടേക്കല്ല ആക്രമണം നടത്തുന്നത്, നേരെ മറിച്ച് അമേരിക്കയുടെ ബേസിലേക്കാണ്, എയർ ബേസിലേക്കാണ് എന്ന് പറഞ്ഞാൽ പോലും അത് ഖത്തറിന്റെ മണ്ണാണ്, അവിടേക്കാണ് ആക്രമണം നടന്നത് എന്നതിനാൽ ഖത്തർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ശ്രീകാന്തിലേക്ക് വരാം. ഷിൻസ് സെബാസ്റ്റ്യൻ, ഷിൻസ്, ഇപ്പോൾ UAE അപലപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അറബ് രാഷ്ട്രങ്ങളൊക്കെയും ഒറ്റക്കെട്ടായി ഈ വിഷയം എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമായി അവർ ഇത് വിലയിരുത്തും. അതൊരു പക്ഷേ ഇറാന് വലിയ തിരിച്ചടിയാകും, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും ഇറാൻ എടുത്തൊരു തീരുമാനം ഇത് അവരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഖത്തർ പോലൊരു അവരുടെ സൗഹൃദ രാജ്യത്തെ, ആ രാജ്യത്തുള്ള ഒരു US എയർബേസ് ആണെങ്കിലും അവിടെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഖത്തറിന്റെ പരമാധികാരത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഉദയ്ദ് സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തെ UAE ഇപ്പോൾ അപലപിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമെന്ന് വിദേശകാര്യ മന്ത്രാലയം
ഇപ്പോൾ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗൾഫ് രാജ്യങ്ങളായി ഇറാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പറയേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹ്റൈൻ, സൗദി, UAE, ഇറാഖ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ എയർ സ്പേസ്, അതായത് വ്യോമാതിർത്തി അടച്ചു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഖത്തറിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യക്കാരോട് പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അധികൃതർ നൽകുന്ന സമൂഹ മാധ്യമ പേജുകളിലൂടെയും അല്ലാതെയും ഇന്ത്യൻ എംബസി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിനിടെ ബഹ്റൈനിൽ ഇപ്പോൾ സുരക്ഷാ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ബഹ്റൈനിൽ അക്രമം ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ സുരക്ഷാ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ്. ജനങ്ങളോടൊന്നും പുറത്തിറങ്ങരുതെന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉടലെടുത്തിരിക്കുന്നത്. കൃഷ്ണരാജ്. ഐസൻ ജോസ്, ഐസൻ, ഈ അമേരിക്കയുടെ ആക്രമണം അത് ഇറാൻ അത്ര താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല, നിർത്തിക്കോളൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിക്കുന്നു, ഇതൊരു സൂചനയാണ്, നിങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് ഒന്നുകിൽ സമാധാനത്തിന് വേണ്ടി വരിക അല്ലെങ്കിൽ സർവനാശം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു പോയതാണ്. അതിന് പിന്നാലെയാണ് ഖമേനി അടക്കം പറഞ്ഞത് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഞങ്ങൾ ഇസ്രയേലിനെ തകർത്തേ അടങ്ങൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ അമേരിക്കയെ ഉന്നം വച്ച് ഖത്തറിലേക്ക് മിസൈലുകൾ അയക്കുന്നു. അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഇറാന് വലിയ തിരിച്ചടിയല്ലേ ഉണ്ടാക്കുക? യെസ്, ഡോക്ടർ KJ പ്രസാദ് ഇപ്പം ടെലിഫോണിലുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം. ഡോക്ടർ KJ പ്രസാദ് കേൾക്കാമോ? അമേരിക്കയുടെ കനത്ത ആക്രമണത്തിന് പിന്നാലെ, അവരുടെ ആണവ കേന്ദ്രങ്ങളിലടക്കം കയറി അടിച്ച് തരിപ്പണമാക്കിയതിന് പിന്നാലെ, ട്രംപിൻ്റെ മുന്നറിയിപ്പ് അവസാനിച്ചതിന് പിന്നാലെ തിരിച്ചടിക്കുന്നു ഇറാൻ. അതാകട്ടെ ഖത്തറിൽ അമേരിക്കയുടെ സൈനിക താവളം ഉന്നം വെച്ച് മിസൈലുകൾ അയക്കുന്നു. അതുറപ്പായും അവരുടെ പരമാധികാരത്തിന്മേലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റമായി തന്നെ വിലയിരുത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഖത്തർ പറയുന്നുണ്ട് ഞങ്ങളും തിരിച്ചടിക്കും എന്ന്. അതായത് ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് പൂർണ്ണമായി ഇത് മാറിക്കഴിഞ്ഞു അല്ലേ ശ്രീകാന്ത്? തീർച്ചയായും ഇതിനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്നത് ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എന്ന രീതിയിലായിരുന്നെങ്കിൽ അതിപ്പോൾ മാറി അതിലേക്ക് അമേരിക്ക വന്നു. ഒപ്പം തന്നെ അമേരിക്കയുടെ എയർബേസിനെ ആക്രമിക്കുകയാണ് ഇറാൻ ചെയ്തത്. പക്ഷേ അത് ഖത്തറിന്റെ മണ്ണാണ്. സ്വാഭാവികമായും ഈ അറബ് രാജ്യങ്ങൾക്ക് അവരേത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇപ്പോൾ UAE അപലപിച്ചതായുള്ള വാർത്തകൾ വന്നിരിക്കുന്നു. ഒപ്പം തന്നെ UAE അവിടേക്കുള്ള ഈ വിമാന സർവീസുകൾ അതിൽ ചിലതൊക്കെ റദ്ദാക്കി എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ഇറാന്റെ സ്ട്രൈക്ക് അവർ അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 10 മിസൈലുകൾ ഈ പ്രദേശത്തേക്ക് അയച്ചു, ഈ എയർബേസിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ സ്വാഭാവികമായും കൃഷ്ണരാജ് ചോദിച്ചിരുന്നു, അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം, അമേരിക്കയെ ആക്രമിക്കുമ്പോൾ, ഇറാൻ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും വലിയൊരു തിരിച്ചടി ഉണ്ടാകേണ്ടതല്ലേ? നേരത്തെ ഖമൈനി പറഞ്ഞിരുന്നു അമേരിക്കയുടെ എയർബേസുകൾ ആക്രമിക്കും, അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കും എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ഈ ഹോർമുസ് കടലിടുക്ക് അത് തങ്ങൾ അതിനെതിരെ അവിടെ ഒരു നേവൽ ബ്ലോക്കേഡ് ഉണ്ടാക്കാനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്ക അതിന് മറുപടി കൊടുത്തത്, ഖമേനിയുടെ വാദത്തിന് മറുപടി കൊടുത്തത്, ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ താവളങ്ങൾക്കെതിരായി ആക്രമണം നടന്നാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോഴും അമേരിക്ക ചെയ്ത ഒരു കാര്യം,
ഖത്തറിൽ ഉണ്ടായിരുന്ന അവരുടെ എയർബേസിലെ അവരുടെ വിമാനങ്ങളൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റി എന്നുള്ളതാണ്. ഏതാണ്ട് 10,000-ലധികം സൈനികരുണ്ടായിരുന്ന സ്ഥലമാണ് ആ എയർബേസ്. അവരുടെ ആ മേഖലയിലെ ഏറ്റവും വലിയ എയർബേസുകളിൽ ഒന്നാണ്, സൈനിക താവളങ്ങളിൽ കൂടി ഒന്നാണ്. അവിടെ 10,000-ലധികം സൈനികരുണ്ടായിരുന്നു, വിമാനങ്ങളുണ്ടായിരുന്നു. ഈ ഇറാനെയും ഖമേനിയെയും വെല്ലുവിളിക്കുമ്പോഴും അമേരിക്ക ചെയ്തത്, തന്ത്രപരമായി ചെയ്തത്, അവിടെ നിന്നുള്ള അവരുടെ അസറ്റ്സ് നീക്കം ചെയ്തു എന്നുള്ളതാണ്, അവിടെ നിന്നും മാറ്റി എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇറാൻ ഏൽപ്പിച്ച പ്രഹരം അമേരിക്കയ്ക്ക് എത്രയധികം നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട അസറ്റ്സ് എല്ലാം അവിടുന്ന് നീക്കം ചെയ്തിരുന്നു. അതായത് അമേരിക്ക ഒരു ആക്രമണം ഏത് നിമിഷവും ഭയന്നിരുന്നു. അവർ തിരികെ വെല്ലുവിളിക്കുമ്പോഴും തിരികെ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇറാനിൽ നിന്നും ഏത് നിമിഷവും ഒരു ആക്രമണം അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി ഇറാനെ സംബന്ധിച്ചാണ് നോക്കുന്നതെങ്കിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയാലും അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ ഭീഷണി മുഴക്കിയാലും അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ഈ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ അവരെ സംബന്ധിച്ച് തിരിച്ചടിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഏക ഓപ്ഷൻ. കാരണം ഖമീനി കൊടുത്ത നിർദ്ദേശം അത് തിരിച്ചടിക്കുക എന്നുള്ളത് തന്നെയാണ്, സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കുക തന്നെയാണ്. ഒരു കാര്യം കൂടി ഇതിലുണ്ട്, ഈ യുദ്ധത്തിൽ ഇതിൽ ആണവായുധമോ മറ്റോ അല്ല അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ ആത്യന്തിക ലക്ഷ്യം എന്ന് അവിടുത്തെ ഭരണകൂടത്തിനറിയാം, അവിടുത്തെ ഖമേനിക്കും കൂട്ടർക്കും അതറിയാം. അത് തീർച്ചയായും അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, പുതിയൊരു ഭരണകൂടത്തെ കൊണ്ടുവരിക, അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലൂടെ മാത്രമേ നടക്കൂ എന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൃത്യമായ ധാരണയുള്ളതാണ്. അത് ആണവായുധം മാത്രമല്ല അവരുടെ പ്രശ്നം, നേരെ മറിച്ച് അവിടുത്തെ ഭരണകൂടത്തെ തന്നെ മാറ്റുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരും തിരിച്ചടിക്കും, അത് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു. അതിനാൽ വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല, കാരണം അവരുടെ അസറ്റ്സ് നീക്കം ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് എൻ്റർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. നേരത്തെ ഇറാൻ ആവശ്യപ്പെട്ടതാണ് നമ്മളോട് ഇതിൽ എൻ്റർ ചെയ്യണമെന്നും ഈ വിഷയം പരിഹരിക്കാൻ ഇടപെടണമെന്നും. കാരണം ഇറാന് വ്യക്തമായി അറിയാവുന്ന കാര്യം, ഇസ്രയേലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യം ഇന്ത്യയാണ്. അത് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഏറ്റവും അടുത്ത പേഴ്സണൽ റിലേഷനുള്ള പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യവും ഇറാൻ അറിയാം. അങ്ങനെ ഈ യുദ്ധം ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ അവരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം നടന്നിരുന്നു, ഇന്ത്യയെ ഇടപെടുവിച്ച് ഒഴിവാക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ പ്രീ പ്ലാൻഡായി നടന്ന ഒരു കാര്യം, അത് ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലായതുമാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നീക്കം ഏത് തരത്തിലാണ് എന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാമായിരുന്നു. പ്രീ പ്ലാൻഡായി നടന്ന ഒരു സംഘർഷം പിന്നീട് അത് യുദ്ധത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായും ഇന്ത്യക്ക് ഇടപെടുന്നതിന് തടസ്സങ്ങളുണ്ട്. ഇനി ഒരു പക്ഷേ ഇത് അധികം വ്യാപിക്കാതിരിക്കാൻ, ഇതൊരു വലിയ രക്തച്ചൊരിച്ചിലേക്ക് പോകാതിരിക്കാൻ ഇടപെടാൻ കഴിയുന്ന ഏക രാഷ്ട്രം അത് ഇന്ത്യ മാത്രമായിരിക്കും. ശരി.